മൃതദേഹം ഇപ്പോൾ ഇവിടെ മോർച്ചറിയിലുണ്ട്. അതിലിപ്പോൾ ഏതാണ്ട് 9 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ബോഡികൾ കൊണ്ടുപോകും. ഒരാളിപ്പോൾ അവിടെ തന്നെ അവരുടെ ഒരു മരിച്ച ഷക്കീലയുടെ മകള് ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട് മുകളിൽ. അത് കൂടാതെ കോയമ്പത്തൂർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിൽ 3 പേര് അവിടെയുമുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ ഉടനെ തന്നെ തുടങ്ങും. രാത്രി തന്നെ അത് ചെയ്യാനുള്ള ഏർപ്പാടുകൾ മന്ത്രി കൃഷ്ണൻകുട്ടി ഇവിടെ നേരിട്ട് വന്ന് ചെയ്തിട്ടുണ്ട്. SP ഓൺ ദി വേ ആണ്. അവർ ഏതാനും സമയത്തിനകം എത്തിച്ചേരും. സബ് കളക്ടറും മറ്റു സംഘവും അവിടെ നിന്ന് വന്നിട്ടുണ്ട്, പോലീസും ബാക്കി ആളുകളും ഒക്കെ. ഈ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ആളുകളുടെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പോൾ അത്ര സീരിയസ് അല്ല. എന്നാൽ പിന്നെ തീരെ ഇതല്ല എന്നും പറയാനും പറ്റില്ല. പറ്റുന്നുണ്ട്. ആ പിന്നെ കുട്ടി അത് നമ്മളുടെ ഒരു റിലേറ്റീവും കൂടിയാണ്. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടില്ല, അവിടെ ഉണ്ട്. കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പ്രസന്റ് അത് അറിഞ്ഞിട്ടില്ല. ഞങ്ങളങ്ങോട്ട് പോവുകയാണ്. ഇപ്പം തന്നെ പൂർത്തിയാവും. രാത്രി തന്നെ തുടങ്ങും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അനുപ, അത്തരത്തിൽ KT ജലീൽ പറയുന്നത് പോലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടനെ ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ മന്ത്രി K കൃഷ്ണൻകുട്ടി ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചേർന്നു. അദ്ദേഹമാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ എത്രയും പെട്ടെന്ന് വേഗത്തിലാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടറോടും, അതായത് കോയമ്പത്തൂർ ജില്ലാ കളക്ടറോടും കോയമ്പത്തൂർ ജില്ലാ പോലീസ് മേധാവിയോടും അഭ്യർത്ഥിച്ചിരുന്നത്. ആ അഭ്യർത്ഥന അപ്പോൾ തന്നെ തമിഴ്നാട് സർക്കാർ ആ അഭ്യർത്ഥന പാലിച്ചുകൊണ്ട് പെട്ടെന്നുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിലാക്കി. ആശുപത്രിയിലെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരുപാട് പേർ അവിടെയുണ്ട്. ജനപ്രതിനിധികൾ, കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അവിടെയുണ്ട്. നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകൾ ഇപ്പോൾ KT ജലീലിനടുത്ത് ഒരാൾ നിന്ന് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അങ്ങനെ കണ്ണീരാണ് അവിടെയെല്ലാം. ആശുപത്രികളുടെ ഓരോ ഭാഗത്തും കണ്ണീരുകൾ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.